കണ്ണൂരിൽ നിന്നും വളരെ ദാരുണമായ ഒരു വാർത്ത വരികയാണ്. കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചു. 15 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, എങ്ങനെയാണ് ഈ കുട്ടികൾ അപകടത്തിൽപ്പെട്ടത്? ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കണ്ണൂർ വളക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു അപകടമുണ്ടായത്. വളക്കൈ പാലത്തിനോട് ചേർന്ന ഭാഗത്ത് വെച്ച് മുകൾ ഭാഗത്ത് നിന്ന് വന്ന വാഹനം നിയന്ത്രണം വിട്ട് റോഡിന് താഴ്ഭാഗത്തേക്ക് തലകുത്തനെ മറിയുകയായിരുന്നു. ഈ അപകടത്തിൽ ഏതാണ്ട് 15 വിദ്യാർത്ഥികളാണ് ഈ ബസ്സിൽ ഈ സമയത്ത് ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ എല്ലാ ആളുകൾക്കും പരിക്കുണ്ട്. ഒരാൾ ഗുരുതര അവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഈ കുട്ടി അല്പസമയം മുമ്പ് മരിച്ചു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. പരിക്കേറ്റ ബാക്കി കുട്ടികളൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും പറയുന്നു. ഏതായാലും ഈ അപകടത്തിന്റെ CCTV ദൃശ്യമടക്കം ഇപ്പോൾ നമ്മൾ നൽകിയിട്ടുണ്ട്. ആ ദൃശ്യത്തിലടക്കം ഈ അപകടത്തിന്റെ ഒരു എത്രത്തോളം വ്യാപ്തിയുണ്ട് എന്ന് വെളിവാക്കുന്ന CCTV ദൃശ്യം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഈ വൈകുന്നേരം സ്കൂൾ വിട്ട് വാഹനത്തിൽ കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് 2 തട്ടായിട്ടുള്ള ഒരു റോഡാണ് ഈ പ്രദേശം. ആ പ്രദേശത്തെ മുകൾ തട്ടിലുള്ള റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട വാഹനം ആ തട്ടിൽ നിന്ന് താഴേക്ക് തലകുത്തനെ മറിഞ്ഞാണ് ഈ ഒരു അപകടമുണ്ടായത്. അപകടത്തിന്റെ ആഘാതം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വാഹനത്തിലുണ്ടായിരുന്ന 15 കുട്ടികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഒരു കുട്ടിയാണ് ഇപ്പോൾ മരണപ്പെട്ടതായി സ്ഥിരീകരിക്കുന്നത്. ബാക്കിയുള്ള കുട്ടികളെയൊക്കെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ വീഴ്ചയുടെ ആഘാതത്തിലാണ് ഇത്രയധികം പേർക്ക് പരിക്കേറ്റതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മിഥുൻ, ആ ബസ്സിന്റെ വരവ് നോക്കൂ. എത്ര വേഗതയിലാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടുള്ള ആ ബസ് വരുന്നത്. ആ ബസ് മറിയുന്ന ആ കാഴ്ച കാണുമ്പോൾ തന്നെ അറിയാം അമിത വേഗതയിൽ ആ ബസ് വരികയായിരുന്നു എന്ന്. അമിത വേഗതയാണോ ഇത്തരത്തിൽ അപകടത്തിനിടയാക്കിയത്? പോലീസ് നൽകുന്ന വിവരം എന്താണ്? നീലിമ, ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. കാരണം സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ഈ ഒരു ബസ് അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബസ് 2 ലെവലായിട്ടുള്ള ഒരു റോഡാണ്. ആ റോഡിന്റെ മുകൾ ഭാഗത്ത് നിന്നാണ് ബസ് നിയന്ത്രണം വിട്ട് ഈ തിട്ടയിലിടിച്ച് മറിഞ്ഞ് താഴത്തെ റോഡിലേക്ക് എത്തുകയായിരുന്നു. തലകുത്തനം മറിഞ്ഞ ഈ വാഹനത്തിന്റെ ഈ അപകടത്തിന്റെ ആഘാതത്തിൽ തന്നെയാണ് ഇത്രയധികം കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ഒരു കുട്ടി മരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ നാട്ടുകാരാണ് ഈ പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തനം നടത്തിയത്. വാഹനത്തിന്റെ അമിത വേഗത തന്നെയാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും ഓടിയെത്തി കുട്ടികളൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ മാറ്റിയിരുന്നു. 15 കുട്ടികൾക്ക്, വാഹനത്തിൽ ഉണ്ടായിരുന്നത് 15 പേരാണ്. ഈ 15 പേർക്കും സാരമായി തന്നെ പരിക്കേറ്റിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടികളെയൊക്കെ തന്നെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഇതിലൊരു കുട്ടിയുടെ നില അതീവ ഗുരുതരമായിരുന്നു. ആ കുട്ടിയാണ് അല്പസമയം മുമ്പ് മരണപ്പെട്ടതായുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. മരണപ്പെട്ട കുട്ടിയുടെ പേര് വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഏതായാലും നിലവിൽ ഈ പരിക്കേറ്റ മറ്റ് 14 കുട്ടികളും അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എല്ലാ കുട്ടികളും ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണുള്ളത്. നീലിമ, മിഥുൻ, ഈ കുഞ്ഞുങ്ങളെ ഏത് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്? അവരുടെ ഒരു ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നീലിമ, തളിപ്പറമ്പിലെയും അതുപോലെ തന്നെ കണ്ണൂരിലെയും ആശുപത്രിയിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ഒരു കുട്ടിയെയാണ് ഈ കണ്ണൂരിലേക്ക് മാറ്റിയത്. മറ്റു കുട്ടികളെയൊക്കെ തന്നെ തളിപ്പറമ്പിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കും സഹകരണ ആശുപത്രിയിലേക്കും ഒക്കെയാണ് മാറ്റിയിരിക്കുന്നത്. ഇവിടെയുള്ള കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് ആരോഗ്യനില ഇപ്പോൾ അപകടനില ഇല്ല എന്നൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഒരു കുട്ടിക്ക് മാത്രമാണ് അതീവ ഗുരുതരമായി പരിക്കേറ്റത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ വാഹനത്തിൽ നിയന്ത്രണം വിട്ട് മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു. 2 തട്ടായിട്ടുള്ള റോഡിൽ നിന്ന് തലകീഴ വാഹനം മറിഞ്ഞതാണ് ഈ അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത് എന്ന് വേണം പറയാൻ. ഈ വീഴ്ചയുടെ ആഘാതത്തിലാണ് ഒരു കുട്ടി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ ചെറിയ കുട്ടികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഴ്ചയുടെ ആഘാതത്തിൽ എല്ലാവരും ഭയക്കുകയും മാത്രമല്ല ഇവർക്ക് എല്ലാവർക്കും പരിക്ക് പറ്റുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. വാഹനം അമിത വേഗതയിലാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ സ്കൂൾ ബസ്സിന് കാലപ്പഴക്കം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഈ
ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും വീഴ്ച ഉണ്ടായോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ശ്രീകണ്ഠാപുരം പോലീസ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ അപകടം കണ്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. അവർ ഉടൻ തന്നെ പരിക്കേറ്റ കുട്ടികളെ ഒക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നീലിമ, ഈ 15 കുട്ടികൾ പല ആശുപത്രികളിലായാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രക്ഷകർത്താക്കളുടെയൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? നീലിമ, നിലവിൽ ഈ രക്ഷകർത്താക്കളുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വന്നിട്ടില്ല. ആ പ്രതികരണം നമ്മൾ ആ സ്ഥലത്തേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. ഉടൻ തന്നെ നമുക്ക് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാനാവുന്നതാണ്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഇതാണ്. ഏതാണ്ട് ഈ വൈകുന്നേരം സ്കൂൾ വിട്ട് കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ അപകടത്തിൽ 15 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. അതിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരമായിരുന്നു. ആ കുട്ടി അല്പസമയം മുമ്പ് മരണപ്പെട്ടു എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നു. 2 തട്ടായിട്ടുള്ള റോഡിന്റെ മുകൾ തട്ടിൽ നിന്ന് തലകീഴായ റോഡിലേക്ക് താഴെയുള്ള റോഡിലേക്ക് വാഹനം മറിഞ്ഞാണ് അപകടമുണ്ടായത്. വാഹനത്തിന്റെ അമിത വേഗതയാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്നൊരു ഇതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും കുട്ടികളെ, ബാക്കി പരിക്കേറ്റ 14 കുട്ടികളെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ തന്നെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നൊരു മറുപടിയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നീലിമ, ശരി മിഥുൻ, വളരെ പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ സമാഹരിക്കുക. കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. 15 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റ കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മിഥുൻ അല്പസമയത്തിനകം തന്നെ വിവരങ്ങൾ സമാഹരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മിഥുൻ ലൈനിലുണ്ടോ? മിഥുൻ, 15 കുട്ടികൾക്കാണ് പരിക്കേറ്റത്. അപ്പോൾ എത്ര കുട്ടികൾ ഈ വാനിൽ ഉണ്ടായിരുന്നു, സ്കൂൾ ബസ്സിൽ ഉണ്ടായിരുന്നു എന്ന് വിവരമുണ്ടോ നമ്മുടെ മുന്നിൽ? നീലിമ, 15 കുട്ടികളാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ 15 പേർക്കും പരിക്കേൽക്കുകയായിരുന്നു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും ഈ അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ പ്രദേശവാസികളൊക്കെ തന്നെ ഓടിയെത്തിയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത്. ഏതായാലും ഈ നില തുടക്കം തൊട്ട് തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് തന്നെ ഗുരുതരമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപകടത്തിൽപ്പെട്ടത് കുറുമാത്തൂരിൽ നിന്നുള്ള ചിന്ന വിദ്യാലയത്തിന്റെ സ്കൂൾ ബസ് ആണ് എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇറക്കത്തിൽ ബസിന്റെ നിയന്ത്രണം വിടുകയായിരുന്നു. കണ്ണൂർ വളക്കൈ എന്ന് പറയുന്ന ശ്രീകണ്ഠാപുരം വളക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ഈ 15 കുട്ടികൾക്ക് പരിക്കേറ്റിരുന്ന അതിൽ ഒരു കുട്ടിയുടെ നിലയാണ് ഗുരുതരമെന്ന് പറയുന്നതിലും ഇപ്പോൾ ബാക്കിയുള്ള കുട്ടികളുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്നൊരു വിവരം നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഈ സ്കൂൾ ബസ് ഇറക്കത്തിൽ നിന്ന് നിയന്ത്രണം വിട്ടതാണ് ഇത്തരത്തിൽ താഴത്തെ തിട്ടയിലേക്ക് താഴത്തെ ഭാഗത്തേക്ക് മറിയാനുള്ള കാരണമായി പറയപ്പെടുന്നത്. നാട്ടുകാർ ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും വാഹനത്തിലുണ്ടായിരുന്ന പരിക്കേറ്റ മുഴുവൻ കുട്ടികളെയും ആശുപത്രിയിലേക്ക് നീക്കുകയും ചെയ്തിരുന്നു. ഏതായാലും നിലവിൽ ഒരു ആശങ്കപ്പെടേണ്ട കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചല്ലെങ്കിൽ അവരുടെ സ്ഥിതിയെ പറ്റി ആശങ്കപ്പെടേണ്ട മറുപടി തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നീലിമ.